പ്രിയപ്പെട്ടവരെ, അമൽ ദേവ് 31 വയസ്സുകാരനാണ് കൊല്ലം ബീച്ചിൽ തിരമാലകളിൽ പെട്ടുപോയിരിക്കുന്നത്. കൊല്ലം ബീച്ചിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇന്നലെ 7 മണിക്കാണ് സംഭവം നടന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. അതുകൊണ്ട് എവിടെ നിന്നവരാണ്. അതുകൊണ്ട് ഒരു മടി കണ്ണ് കാണാൻ വയ്യാത്ത ഒരു സംഭവം. അതുകൊണ്ട് തിര വന്ന് കയറുന്ന ആ ദൃശ്യങ്ങൾ കണ്ടു. ദൃശ്യങ്ങൾ കാണാം, നമുക്ക് ദൃശ്യങ്ങൾ കാണാം, വരുന്നത് കാണാം. കണ്ട ക്യാമറ ഇത് കണ്ടു. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ രക്ഷപ്പെടുകയാണ്. ഇവിടെ നമ്മളിപ്പോൾ ഏറ്റവും കരയിലേക്കാണ് നിൽക്കുന്നത്. കരയിൽ നിൽക്കുന്ന ഒരു തത്സമയം തന്നെയാണ്. നമുക്കിപ്പോൾ കാണാം എവിടേക്കാണ് ഇത് പോകുന്നത്. ഒഴുകി പോകുന്ന രംഗങ്ങൾ നമുക്ക് കാണാം. ഇവിടെ ചെരുപ്പുകൾ വരെ ഒഴുകിപ്പോയി. ഏറ്റവും കരയിൽ നിൽക്കുന്ന ആ ദൃശ്യങ്ങളാണിപ്പോൾ നമുക്ക് കാണുന്നത്. കണ്ട തിരമാലകൾ കടൽക്ഷോഭത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ. നമുക്കറിയാം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, കടൽ എവിടെയാണ് കിടക്കുന്ന എന്നൊക്കെ നമുക്ക് രക്ഷാപ്രവർത്തകർ അവിടെ നിൽപ്പുണ്ട്. അവർ നമ്മളടുത്ത് പങ്കുവെക്കും. അപ്പോൾ തിരമാലകളുടെ ഒരു ശക്തി നമുക്കറിയാം. കണ്ട തിരമാലകളുടെ ശക്തി എന്താണ് എന്ന് നമുക്കറിയാം. നമ്മൾ 50 മീറ്റർ ദൂരെയാണ് നിൽക്കുന്നത്. ഐസ്ക്രീം വണ്ടി വെള്ളത്തിൽ മുങ്ങി. ഐസ്ക്രീം വണ്ടിക്കാരൻ്റെ ജീവനക്കാരൻ ഇപ്പോൾ വെള്ളത്തിൽ അപ്പോൾ 1, 2, 3 തിരകളായി ഇപ്പോൾ. അപ്പോൾ നമുക്കറിയാം എവിടം വരെയാണത് വന്നിരിക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും. എന്തായാലും പ്രേക്ഷകരെ കൂട്ടി പോവാണ്. ഇപ്പോൾ തിര വന്നിരിക്കുന്ന മേഖല ഇവിടെയാണ്. കണ്ടോ, തിര ഇവിടം വരെയാണ് വന്നിരിക്കുന്നത്. പ്രകൃതിയുടെ ഒരു ഭാഗമാണ് തിരക്ഷോഭം എന്ന് പറയുന്നത്. എപ്പോഴും എല്ലാ വർഷവും കണ്ടുവരുന്നൊരു ക്ഷോഭമാണ് ഇത്. ഒരേ വർഷവും ജൂൺ മാസങ്ങളൊക്കെ വരുമ്പോൾ കടൽക്ഷോഭം അനുഭവപ്പെടും. ആ കടൽക്ഷോഭത്തിൻ്റെ ഭാഗമായി ജനങ്ങളുടെ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നലെ അനിൽ ദേവ് എന്ന ചെറുപ്പക്കാരൻ കാണാതായിരിക്കുകയാണ്. തിരയിൽ പോയി. അതിൻ്റെ തെരച്ചിൽ നടക്കുന്ന വേളയാണ് ഇപ്പോൾ. 32 വയസ്സുകാരൻ, 6 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയുള്ളൊരു ചെറുപ്പക്കാരനാണ് കൊല്ലം ബീച്ചിലെ തിരയിൽപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിയുന്നു. 600 പേരോളം ആൾക്കാർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ദിവസം 2 മണിക്കൂറിനുള്ളിൽ 13 പേരെ ഞങ്ങൾ രക്ഷപ്പെടുത്തി കടലിൽ. കേരളത്തിലെ ഏറ്റവും അപകടം പിടിച്ച ബീച്ചാണ് കൊല്ലം ബീച്ച്. കേരളത്തിലെ ഏറ്റവും തുറമുഖത്തോട് ചേർന്ന് കിടക്കുന്ന കപ്പൽച്ചാലിന്റെ തീരമായ 40 മുതൽ 65 അടി വരെ താഴ്ചയുള്ള കൊല്ലം ബീച്ച്. മറ്റു ബീച്ചിൽ ആൾക്കാരെ ബീച്ചിലേക്ക് ഇറങ്ങുക എന്നുള്ളത് നിരോധിക്കാൻ പറ്റുന്ന കാര്യമല്ല, നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമല്ല. കൊല്ലം ബീച്ചിൽ ലൈഫ് ഗാർഡുകൾ വൈകുന്നേരം 7 മണി വരെയാണ് ഡ്യൂട്ടി. പക്ഷേ ഇന്നലെ കടൽ അതിശക്തമായിരുന്നു. തിരമാലകൾ വളരെ രൂക്ഷമായിട്ട് ബീച്ചിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ നല്ല ശക്തമായ അടിയൊഴുക്കുണ്ടായിരുന്നു. തീരത്ത് നിന്ന എല്ലാ കൊല്ലം ബീച്ചിൽ ഇന്നലെ 32 വയസ്സുകാരൻ 7 മണി സമയത്ത് തിരമാലകൾ കവർന്നു. 32 വയസ്സുകാരൻ അമൽ ദേവ് എന്ന ചെറുപ്പക്കാരൻ്റെ തിരച്ചിൽ നടക്കുകയാണ്. ഇതുവരെ ആയിട്ടും കിട്ടില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പം ഐസ്ക്രീം വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ നമുക്കറിയാം മാർക്ക് അടയാളം വെച്ചിരിക്കുന്നു. ആ ഭാഗത്തൊക്കെ ഇപ്പോൾ ഒരുപക്ഷെ നമുക്കറിയാം ഇന്നലെ പോയ ചെറുപ്പക്കാരനെ തേടിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടങ്ങുന്നത്. ഇതുവരെയായിട്ട് ഇന്നലെ ഇവിടെ ഒരു പയ്യൻ തിരയപ്പെട്ടെന്നറിയാമോ? പറഞ്ഞേ. ഇന്നലെ നിങ്ങളൊക്കെ ഇവിടുത്തെ കച്ചവടക്കാരല്ലേ, എന്ന് അറിയണ്ടേ? ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണ്ടേ? ഉള്ളതാണ്ടോ ഇല്ല എന്ന് പറയുന്നതിൽ എന്തോ കുഴപ്പം? ഇന്നലെ 7 മണിക്ക് ആരും സംഭവം. അപ്പോൾ ഒരു ചെറുപ്പക്കാരെ തിരയിൽ പെട്ടുപോയി. അപ്പോൾ അതിന് തിരച്ചിലൊക്കെ എങ്ങനെയാ? നമ്മുടെ ആൾക്കാരൊക്കെ ബന്ധുക്കളൊക്കെ കാണാവോ? തിരയിൽ പോകണ്ട, അല്ലെങ്കിൽ തിരമാലകളെ പോകണ്ട, കരയിലേക്ക് പോകും വേണ്ട. കരയിൽ തന്നെ നിന്നാൽ മതി. പക്ഷേ തിര ചവിട്ടുവാനായിട്ട് ഇറങ്ങി ചെല്ലണ്ട. നമുക്കറിയാം ഇപ്പോൾ ഐസ്ക്രീം വിൽക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പം ഒരുപക്ഷേ ഇപ്പം തിര അടിച്ച് നേരെ ഇവിടെ വളരെ കടൽക്ഷോഭമാണ് കൊല്ലം ബീച്ചിൽ. തൊട്ടവരെ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന തിരമാലകൾ ഇപ്പോൾ നോക്കി. അപ്പോൾ ഐസ്ക്രീം വിൽക്കുന്ന നേരെ ആ വണ്ടി എടുത്ത് വരുന്നത് ബീച്ച് വരെ സന്ദർശകർ ഫ്രീ ആയിട്ടിരിക്കുന്ന കാല് നീട്ടിയിട്ട് നിവർന്നൊക്കെ ഇരിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ കടൽക്ഷോഭത്തിൻ്റെ ഭാഗമായി കരയിൽ നിന്നും നമ്മളെ കരയിലേക്ക് ഈ തിരമാലകൾ വന്ന് എത്തിച്ചേരുവാണ്. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ തന്നെ നിൽക്കുമ്പോൾ വന്ന് കഴിഞ്ഞു. നമ്മളിവിടെ ഏറ്റവും ദൂരെ എന്ന് വെച്ചാൽ 50 മീറ്റർ ദൂരെ തന്നെ തിരമാലകളുടെ ക്ഷോഭം അല്ലെങ്കിൽ കടൽക്ഷോഭം അനുഭവപ്പെടുന്നുണ്ട് കൊല്ലം ബീച്ചിൽ. കൊല്ലം ബീച്ചിൽ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ സൂക്ഷിക്കുക. വളരെ കുട്ടികളെ വിടുമ്പോൾ തിരമാലകളെ ചവിട്ടാൻ വിടുക. വളരെ ക്ഷോഭമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കൊല്ലം ബീച്ചിലെന്ന് നാം പറയുന്നു. കൊല്ലം ബീച്ചിൽ നിന്നും ക്യാമറ മിനു മോഹനോടൊപ്പം കെ മേടിക്കൊണ്ടേ കൊല്ലത്തു നിന്നും ശില്പി രാജേന്ദ്ര പ്രസാദ്.